നമസ്കാരം. നാളെ ഓഗസ്റ്റ് 22 ശനിയാഴ്ച. നാളത്തെ ദിവസം ചില നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് തീരുമാനങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും, നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവർ എന്തൊക്കെ ദോഷപരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അപ്പോൾ ആദ്യം നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് നാളെ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ആത്മവിശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ രംഗത്ത് നേരത്തെ നടത്തിയ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നാൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ പെട്ടെന്ന് വലിയ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കുടുംബാംഗങ്ങളുമായി സന്തോഷത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയും. മാത്രവുമല്ല, ഏറെ നാളായി മുടങ്ങിക്കിടന്ന ചില സാമ്പത്തിക കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നിങ്ങൾക്ക് വരാനുള്ള സാഹചര്യം കാണുന്നു. ലോൺ സാങ്ഷൻ ആവുന്നതിന് വേണ്ടിയിട്ട് പേപ്പറുകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നതായിട്ടും, മറ്റ് ചില സുഹൃത്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്നതായിട്ടുമൊക്കെ കാണുന്നു. അങ്ങനെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് നാളത്തെ ദിവസം. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ദിവസം ആരംഭിക്കുക. സാധ്യമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് നാളെ ആശയവിനിമയത്തിലൂടെയും ബന്ധങ്ങളിലൂടെയും നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില പുതിയ കരാറുകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. മുടങ്ങിക്കിടന്ന ചില പദ്ധതികൾ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ആളുകളുമായി ബന്ധപ്പെടുന്നത് ഗുണകരമായിരിക്കും. ഓഫീസിൽ മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും സഹപ്രവർത്തകർ നിങ്ങളുടെ പ്രയത്നത്തെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സാമ്പത്തികമായിട്ട് പുതിയ വരുമാന സ്രോതസ് തുറക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പുതിയ വഴികൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ചെറിയ ചില ബിസിനസ് നടത്തുന്ന ആളുകൾ അത് വിപുലീകരിക്കാനുള്ള പദ്ധതികൾ നടത്തും. കൂടാതെ മറ്റ് ചില പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമൊക്കെയാണ് ഉള്ളത്. പ്രണയബന്ധങ്ങളിൽ പരസ്പര ധാരണ വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിലെ പരസ്പരമുള്ള ചില പിശകുകളും പിഴവുകളുമൊക്കെ സംസാരിച്ച് തീർത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുടുംബത്തിലെ മുതിർന്ന ആളുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നാളത്തെ ദിവസം ആരംഭിക്കുന്നതും നാളെ നിങ്ങൾക്ക് ഉത്തമമാണ്. ഇനി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് നാളെ ഭാഗ്യസഹായം ലഭിക്കുന്ന ദിവസമായിട്ട് കാണാം. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ജോലിയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനേജ്മെന്റുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഒഴിവാക്കാനും മാനേജ്മെന്റുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി ഏറെ നാളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ട്. സാമ്പത്തികമായ അനുകൂലമായ വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്തിലെ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നാളെ ഗുണകരമായിരിക്കും. യാത്രകൾക്കും പുതിയ തീരുമാനങ്ങൾക്കും ദിവസം അനുകൂലമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ ഗുരുവിനെയോ ഇഷ്ടദേവതയോ പ്രാർത്ഥിച്ച് മഞ്ഞ നിറത്തിലുള്ളൊരു വസ്തു ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നേടിത്തരും. ഇനി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ
ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് നാളെ തൊഴിൽപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏറെക്കാലമായി കാത്തിരുന്ന ഒരു മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ജോലി സംബന്ധമായിട്ടാകാം, ബിസിനസ് സംബന്ധമായിട്ടാകാം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. പണം കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിപൂർവമായ സമീപനം സ്വീകരിച്ചാൽ സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. നിക്ഷേപങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ദിവസമാണ് നാളെ. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. പ്രണയിതാക്കൾക്കിടയിൽ സന്തോഷവും സമാധാനവും കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഒക്കെ ഒരുങ്ങി കിട്ടുന്നതായി കാണുന്നുണ്ട്. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നാളെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. തുളസി ചെടി നട്ട് നനച്ച് പരിപാലിക്കുകയാണെങ്കിൽ അതും അനുകൂലമായിട്ട് ഭവിക്കും. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് നാളെ ആത്മവിശ്വാസം ഉയരുന്ന ഒരു ദിവസമാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. ഒപ്പം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അതായത് പുതിയ ചില ബിസിനസ് ഐഡിയകളുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനായി ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ അനുഭവപ്പെട്ടു എന്നിരുന്നാൽ അതിന് വേണ്ട എല്ലാ അനുകൂല വശങ്ങളും ഒരുങ്ങിക്കിട്ടുകയും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യുന്നു. വലിയ ചില പദ്ധതികൾ, നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന വലിയ ചില പദ്ധതികൾ അവരെ തേടി വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സംസാര ശൈലിയും വ്യക്തിത്വവും മറ്റുള്ളവരിൽ നല്ല സ്വാധീനം ചെലുത്തുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നാളത്തെ ദിവസം നിങ്ങൾ കഴിയും. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രാവിലെ കുളിച്ച് സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവഭഗവാന് ജലധാര സമർപ്പിക്കുന്നതും വളരെ നല്ലതായിട്ട് കാണുന്നു. ഇനി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലം അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവരെന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നാളെ ചെയ്യേണ്ടത് എന്നുമാണ് നോക്കുന്നത്. നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് നാളെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമായിട്ട് തോന്നാം. ജോലിയിൽ മറ്റുള്ളവരുടെ വാക്കുകൾ തെറ്റായി മനസ്സിലാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് അനാവശ്യ ചെലവുകൾ നാളെ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പെട്ടെന്ന് പണം കടം കൊടുക്കുകയോ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുകയോ ഒന്നും നാളെ ചെയ്യരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ജാമ്യം നിൽക്കുക, വലിയ തുകകൾ നിക്ഷേപം നടത്തുക തുടങ്ങിയുള്ള കാര്യങ്ങളിൽ നിന്ന് നാളെ വിട്ടുനിൽക്കുന്നത് നല്ലതായിരിക്കും. സുപ്രധാനമായിട്ടുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ മറ്റൊരു ദിവസം എടുക്കുന്നതായിരിക്കും ഉത്തമം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ ചില പദ്ധതികളൊക്കെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് അനുഭവപ്പെടാം. ജോലി സ്ഥലത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. നാളെ നിങ്ങൾ പരിഹാര മാർഗങ്ങളുണ്ട്. ഈ ദോഷപരിഹാര മാർഗങ്ങൾ, നാളെ ശനിയാഴ്ചയായതിനാൽ ശനി പ്രാർത്ഥന നടത്തുന്നത് വളരെ ഉത്തമമാണ്. സാധ്യമെങ്കിൽ അർഹരായ ഒരാൾക്ക് ഭക്ഷണമോ ആവശ്യമായ സാധനങ്ങളോ ദാനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ശിവക്ഷേത്ര ദർശനം നടത്താൻ കഴിയുമെങ്കിൽ നാളെ അത് ചെയ്യുക. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രത്തിന്റെ സ്വാധീനം ശക്തമായതിനാൽ തൃക്കേട്ടക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ദിവസമാണ് നാളെ. വാക്കുകളിൽ നിയന്ത്രണം വേണം. ദേഷ്യം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പലപ്പോഴും നിങ്ങൾ ചില സംവാദങ്ങളിലും ചർച്ചകളിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ കരുതലോടുകൂടി സംസാരിക്കുക. അത് നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ചെറിയ വാക്കുകൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കുക. കുടുംബത്തിലും ഒക്കെ അസ്വസ്ഥതയും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദമ്പതിമാർക്കിടയിൽ ചെറിയ ചില പ്രശ്നങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായി അനാവശ്യ തർക്കങ്ങളിൽ നാളെ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ രഹസ്യ ഇടപാടുകൾ നാളെ ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
അപരിചിതരായ ആളുകളെ അമിതമായി വിശ്വസിക്കാതിരിക്കുന്നതും നാളെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ: രാവിലെ കുളിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ വീട്ടിൽ ശിവനാമ ജപം നടത്തുകയോ ചെയ്യാം. ശനിയാഴ്ചയായതിനാൽ എള്ളെണ്ണ ദീപം തെളിയിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി നാളെ ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് നാളെ പെട്ടെന്നുള്ള തീരുമാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊരാളുടെ വാക്ക് മാത്രം കേട്ട് സാമ്പത്തിക തീരുമാനം നാളെ എടുക്കരുത്. ജാമ്യം നിൽക്കുക, പണം കടം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. വീട്ടിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ക്ഷമ പാലിക്കുക. പ്രണയബന്ധത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുന്നത് നിങ്ങളെ വലിയ രീതിയിൽ സങ്കടത്തിലാക്കുന്നതായി കാണുന്നു. നാളെ ഈ ദോഷപരിഹാരം മാർഗങ്ങൾ പറയാം. ദുർഗാദേവിയെ ഇഷ്ടദേവതയോ നാളെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. സാധ്യമെങ്കിൽ ഒരു ദരിദ്രന് ഭക്ഷണം നൽകുന്നതും വളരെ ഉത്തമമാണ്. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം പുരുരുട്ടാതി നക്ഷത്രമാണ്. പുരുരുട്ടാതിക്കാർ നാളെ ആരോഗ്യകാര്യത്തിലും വിശ്രമത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു ദിവസമാണ്. അമിതമായി ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഇവർ നൽകണം. സാമ്പത്തികമായി മറ്റുള്ളവരുടെ ബാധ്യത ഏറ്റെടുക്കുന്നത് നാളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. മാത്രവുമല്ല, കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളെ വലിയ മാനസിക വേദനയിലോ കുഴപ്പങ്ങളിലേക്കോ ഒക്കെ കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നാളത്തേക്ക് വേണ്ട ദോഷപരിഹാര മാർഗങ്ങൾ: രാവിലെ പ്രാർത്ഥനയ്ക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി ദിവസം ആരംഭിക്കുക. ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുമെങ്കിൽ വളരെ ഉത്തമമാണ്. തുളസി ചെടിക്ക് ജലം നൽകി പരിപാലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങളാണ് നാളെ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും. അതുപോലെ നാളെ ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അവർ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളുമാണ് പറഞ്ഞത്. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ നാളത്തേത് എന്ന് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരനോട് നന്ദി, നമസ്കാരം.